കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു ദൈവവചന ചിന്തയായിട്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്ക് ഏവർക്കും അത് അനുഗ്രഹമാകുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 28-ാമത് വാക്യം. മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായും അധരം അടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണം. ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മൗനമായിരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് വളരെ ചിന്തയുള്ള അല്ലെങ്കിൽ ചിന്തകൾക്ക് ഇടം നൽകുന്ന ഒരു കാര്യമാണ്, അല്ലേ? തിരുവചനം നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ മിണ്ടാതിരുന്ന ദൈവപ്രവർത്തികളെ കണ്ട് അനേകരെ കുറിച്ച് നമ്മൾ വായിക്കപ്പെടുന്നു. അല്ലെ, മൗനമായിരിക്കും, അല്ലേ? നമ്മൾ പലപ്പോഴും ഒരു പഴഞ്ചൊല്ല് പോലും പറയാറുണ്ട്, മൗനം വിദ്വാന് ഭൂഷണം. അപ്പം ബുദ്ധിമാൻ ഒരിക്കലും സംസാരിക്കത്തില്ല എന്നുള്ളതാണ്. ബുദ്ധിമാൻ അല്ലാതിരിക്കും, അല്ലെങ്കിൽ ഭോഷനോ അല്ലെങ്കിൽ മണ്ടനോ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരായിരിക്കും പലപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നത്. ബുദ്ധിമാന്റെ ഒരു പ്രധാന ലക്ഷണം, അത് ജനറലി നമ്മൾ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ബുദ്ധിമാന്റെ ഒരു പ്രധാന ലക്ഷണം അവൻ മിണ്ടാതിരിക്കും മാക്സിമം. ഓക്കെ, പലപ്പോഴും പല മൗനതകളും അല്ലെങ്കിൽ മൗനങ്ങളും എങ്ങനെ ആയി മാറി എന്ന് ചിന്തിച്ചാൽ, ഇപ്പം നമ്മൾ ഒരു പക്ഷേ പല വിഷയങ്ങളും ഇടപെട്ട് പറഞ്ഞ് സ്തോത്രം അതിനകത്ത് മടുത്തു പോകുന്ന ചിലരുണ്ട്. പറഞ്ഞിട്ടും ചില വിഷയങ്ങൾക്ക് പരിഹാരമില്ല. ചിലർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട വ്യക്തികളോട് നമ്മളത് പറയുമ്പോൾ അവർ പലപ്പോഴും അതിനെ റിജക്റ്റ് ചെയ്ത് കളയുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും അങ്ങനെ ഒരു സൈലൻസിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും പലരും മൗനം പാലിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ഉള്ളത്തിനകത്ത് തിങ്ങി നിൽക്കുന്ന വേദന തന്നെയാണ്. പല ആഴമായ വേദനകളും അവരെ മൗനത്തിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. പ്രതികരണശേഷി നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ദൈവ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദൈവ പൈതനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ മൗനമായിരിക്കേണ്ട ആവശ്യകത എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. തിരുവചനം പറയുന്നു, മിണ്ടാതിരുന്നത് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. സങ്കീർത്തനത്തിൽ 46 സങ്കീർത്തനം അതിൻ്റെ 10-ാമത് വാക്യത്തിലാണ് ആ വാക്യം പറയുന്നത്, നിങ്ങൾ മൗനമായിരുന്നില്ലെങ്കിൽ മിണ്ടാതിരുന്നത് ദൈവം ആരെന്ന് അറിഞ്ഞുകൊള്ളും. അപ്പോൾ ദൈവപ്രവൃത്തിയെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കുവാൻ ആവശ്യമാണ്. മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, സ്തോത്രം. ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ മിസ്രൈമിൻ്റെ വിഷയത്തോളം ബന്ധത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകേണ്ടത്, നിങ്ങൾ മൗനമായിരിക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നീ ഭോഷൻ എന്ന് ലോകം പറഞ്ഞാലും മിണ്ടാതിരിക്കുന്നുവെങ്കിൽ തിരുവചനം പറയുന്നു, നീ ജ്ഞാനിയാണ്. സ്തോത്രം. അതാണ് ഇവിടെ പറയുന്നത്. ഭോഷനെ പോലും ജ്ഞാനിയാക്കുന്ന ഒരു പ്രവൃത്തിയാണ് മൗനമായിരിക്കുക എന്നുള്ളത്. സ്തോത്രം. നമുക്ക് പലപ്പോഴും സംസാരിക്കേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ മൗനം വെടിയേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്, അല്ലേ? അത് സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, മനുഷ്യരോട് പറഞ്ഞിട്ട് പരിഹാരമില്ലെങ്കിൽ, സ്തോത്രം, മനുഷ്യരോട് പറഞ്ഞിട്ട് അതിനകത്ത് പ്രതിവിധി ഇല്ലെങ്കിൽ ആരോട് സംസാരിക്കുക? ദൈവത്തോട് സംസാരിക്കുക. ദൈവത്തോട് സംസാരിച്ചാൽ നിശ്ചയമായിട്ട് ഞാൻ പറയുന്നു അതിനകത്ത് പരിഹാരം ഉണ്ട്. പറഞ്ഞാൽ തീരാത്തത്, പ്രസംഗിച്ചാൽ നടക്കാത്തത്, അത് സ്തോത്രമല്ല, ആവർത്തിച്ച് പറഞ്ഞിട്ട് സംഭവിക്കാത്തത് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് സംസാരിക്കുന്നതിലൂടെ അത് സംഭവിക്കും. അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തുവാ? ടോക്ക് വിത്ത് ഗോഡ്. സ്തോത്രം. ദൈവത്തോട് സംസാരിക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം മനുഷ്യരോടുള്ള സംസാരങ്ങൾ നമ്മളെ വൃഥാ മേഖലകളിലേക്ക് അല്ലെങ്കിൽ അത് പരാജയത്തിലേക്ക് അല്ലെങ്കിൽ അത് പരിഹാരമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തിരുവചനം പറയുന്നു, പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് സംസാരിച്ചാൽ അതിന് പരിഹാരം ഉണ്ട് എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. 32-ാം സങ്കീർത്തനം നിങ്ങൾ വന്ന് 32-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ മിണ്ടാതിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായി ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അപ്പോൾ അസ്ഥികൾ ക്ഷയിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മിണ്ടാതെ ഇരുന്ന് ഞരക്കം അനുഭവിക്കുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നതാ, നമ്മൾ മെലിച്ചിലേക്ക് പോകും, ശരീരപുഷ്ടി നഷ്ടപ്പെടും, ശരീരത്തിൽ ആരോഗ്യം നഷ്ടപ്പെടും. പ്രൈസലോ. അല്ല, നമ്മൾ അൺഹെൽത്തി ആയിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്തുവാ പറഞ്ഞത്? മിണ്ടാതെ ഇരുന്ന് നിത്യമായ ഞരക്കത്താൽ അസ്ഥികൾ ക്ഷയിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അല്ല, മനുഷ്യരോട് സംസാരിച്ചിട്ട് പരിഹാരമില്ലയോ? മിണ്ടണ്ട, മൗനമായിരിക്കുക. പക്ഷേ ടോക്ക് വിത്ത് ഗോഡ്,
ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. മൗനമാകാതെ, മിണ്ടാതിരിക്കാതെ ദൈവത്തോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. നിന്റെ വിഷയങ്ങൾ ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക. നിശ്ചയമായിട്ട് അത് നിന്റെ ജീവിതത്തിനകത്ത് നന്മയായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മൗനമായിരുന്ന ദൈവപ്രവർത്തികളെ കാണുക. അതാണ് സ്തോത്രം തിരുവചനം വ്യക്തമായി പറയുന്നത്. അല്ല, മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലെ ജ്ഞാനിയായും അധരം അടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണ. നീ വിവേകിയാണെങ്കിൽ മൗനമായിരിക്കുക. നീ ബുദ്ധിമാനായിരിക്കണമോ മൗനമായിരിക്കുക. ആ ദൈവപ്രവൃത്തി കാണുവാൻ സ്വർഗ്ഗം ഇടവരുത്തട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ തിരുവചന സന്ദേശത്തിനായിട്ട് നന്ദി കർത്താവെ. മൗനമായിരുന്നു, മിണ്ടാതിരുന്ന് ദൈവപ്രവൃത്തികളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അവിടുന്ന് ഈ സന്ദേശം കേൾക്കുന്നവരോട് ദൈവം ഇടപെട്ടാലും കർത്താവിൻ്റെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ദൈവത്തോട് സംസാരിപ്പാൻ, ദൈവത്തോട് ഇടപെടുവാൻ ദൈവം ഇടവരുത്തണം. ദൈവ ശബ്ദം കേൾക്കുവാൻ അവിടെ നിങ്ങളെ സഹായിക്കും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.